70കളിലും 80കളിലും നിരവധി മലയാള സിനിമകളിൽ പ്രൊഡക്ഷൻ കൺട്രോളറായി ജോലി നോക്കിയിട്ടുള്ള സണ്ണി ഇപ്പോൾ തന്റെ സിനിമാ ജീവിതത്തിലെ വളരെ വ്യത്യസ്തവും ഞെട്ടിക്കുന്നതുമായ ഒരു അനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൊഡക്ഷൻ കൺട്രോളർ ജോലിക്കൊപ്പം തന്നെ പ്രേം നസീറിന്റെ സന്തത സഹചാരി കൂടിയായിരുന്നു സണ്ണി. എന്തുകൊണ്ടാണ് ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നത് എന്ന അവതാരകന്റെ ചോദ്യത്തിന് അദ്ദേഹം വെളിപ്പെടുത്തിയത് തന്റെ സ്വകാര്യ ജീവിതത്തിലെ വലിയൊരു രഹസ്യമായിരുന്നു. പക്ഷെ അത് മലയാളത്തിലെ ഒരു പ്രമുഖ നടിയുടെയും സ്വകാര്യ ജീവിത രഹസ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: വിവാഹം കഴിക്കാതിരുന്നത് മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടിയുമായി തനിക്കൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ഇത് നസീർ സാറിനൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കാതിരുന്നത്. തനിക്ക് ബന്ധമുണ്ടായിരുന്ന ആ മുൻകാല നടി പിന്നീട് മലയാളത്തിലെ മുൻനിര കോമഡി താരമായി തിളങ്ങി. അവരുമായി എങ്ങനെ ബന്ധമുണ്ടായി എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. അന്ന് എല്ലാവരും കഴിഞ്ഞിരുന്നത് സിനിമാക്കാർ മിക്കവരും കഴിഞ്ഞിരുന്നത് ടൈലേഴ്സ് സ്ട്രീറ്റ് എന്ന മദ്രാസിൽ അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലത്താണ്. അവിടെ ഒരു 4 ഫ്ലാറ്റുകളിലായാണ് തങ്ങൾ കുറച്ചുപേർ താമസിക്കുന്നത്. ഒരു ഫ്ലാറ്റിൽ സംവിധായകൻ, മറ്റൊന്നിൽ ആ നടി, മുകളിലത്തെ ഫ്ലാറ്റിൽ താനും ഇന്നസെന്റും അങ്ങനെയായിരുന്നു താമസിക്കുന്നത്. ഒരു ദിവസം താൻ വന്നപ്പോൾ നടി തന്നെ അവരുടെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു. പുറകുവശത്ത് എന്തോ ശബ്ദം കേൾക്കുന്നു, അതുകൊണ്ട് ഇന്ന് തന്റെ കൂടെ അവിടെ താമസിക്കണമെന്ന് നിർബന്ധിച്ചു. തനിക്ക് പേടിയാണ്, അതുകൊണ്ട് ഇന്ന് അവിടെ സോഫയിൽ കിടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ താൻ പറഞ്ഞു, ശരി ചേച്ചി, പോയി കിടന്നോളൂ, ഞാൻ ഇവിടെ കിടന്നോളാമെന്ന്. അന്ന് അവർക്ക് തന്നെക്കാൾ 10 വയസ്സ് കൂടുതലുണ്ട്. താൻ കിടന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് അവർ വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞു, സൗണ്ട് കേൾക്കുന്നു സണ്ണി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ചുമ്മാതെ പോയി കിടക്കുമെന്ന്. അവസാനം 3ാമത് അവർ വന്നു. എന്നിട്ട് അവർ തൻ്റെ കൂടെ കയറി കിടന്നു. എന്നിട്ട് അവർ തന്നോട് പറഞ്ഞു, ഞാനും ഒരു പെണ്ണല്ലേ സണ്ണി എന്ന്. അന്ന് താനും ചെറുപ്പമാണ്. അങ്ങനെ ആ ബന്ധം വളർന്നു. അത് പിന്നീട് നസീർ സാർ പറഞ്ഞു. അന്ന് സാർ പറഞ്ഞത്, ശരി, നിന്റെ ഇഷ്ടം എന്ന്. ആ സമയത്ത് അവരുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു. ആദ്യ ബന്ധത്തിൽ അവർക്ക് ഒരു മകനുണ്ട്. താനുമായി ബന്ധത്തിലാകുമ്പോൾ അവരുടെ മകൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഭർത്താവ് മരിച്ച ശേഷമാണ് അവർ മദ്രാസിലേക്ക് താമസം മാറ്റിയത്. അങ്ങനെ അവരുമായുള്ള ആ ബന്ധം കൊണ്ടാണ് താൻ പിന്നീട് വിവാഹമൊന്നും കഴിക്കാതിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അവരുടെ മരണം വരെ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു. ഇരുവരും നിയമപ്രകാരം വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ പത്തനാപുരം ഗാന്ധി ഭവനിൽ അന്തേവാസിയായി എത്തിയിരിക്കുകയാണ് സണ്ണി. മരണശേഷം തന്റെ സ്വത്തിൽ ഒരു ഭാഗം സണ്ണിക്ക് കൊടുക്കണമെന്ന് ആ നടി പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും സണ്ണിക്ക് ലഭിച്ചില്ല. പ്രേം നസീറിന്റെ സാരഥിയായിരുന്ന സമയത്ത് അദ്ദേഹം വാങ്ങി നൽകിയ വീടും വസ്തുവും സഹോദര കൈകളിലാണ്. അങ്ങനെ 82ാമത്തെ വയസ്സിൽ അദ്ദേഹം ഗാന്ധി ഭവനിൽ എത്തി. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്.